Praise the Lord. Hallelujah. കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ, പ്രാർത്ഥനയോടെ ഈ പ്രഭാതത്തിൽ നമുക്ക് ആരംഭിക്കാം. ഹല്ലേലൂയ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. എത്ര പേർക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ഭാരങ്ങളുടെ, വേദനകളുടെ, കഷ്ടതകളുടെ, പ്രതികൂലങ്ങളുടെ, പ്രതിസന്ധിയുടെ നടുവിൽ ഒരു പുത്തൻ പ്രഭാതം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുന്നല്ലോ. Hallelujah. Thank you, Lord Jesus. Praise the Lord. Hallelujah. യേശുവേ എന്നൊന്ന് വിളിച്ച് Hallelujah. Amen. Hallelujah. Glorious life. Hallelujah. Amen. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം. Hallelujah. Amen. പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവിനെ ആമേൻ നമ്മുടെ അരികിലേക്ക് അയച്ചത്. ആമേൻ നാം തളർന്നിരിക്കുവാനല്ല, നാം ക്ഷീണിച്ചിരിക്കുവാനല്ല, നാം ഭയപ്പെട്ടിരിക്കുവാനല്ല. ആമേൻ ഹല്ലേലൂയ. ധൈര്യത്തോടെ ആമേൻ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിപ്പാനാണ്. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാ. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ആ ആത്മാവിന്റെ സാന്നിധ്യത്തെ ആമേൻ നമ്മുടെ മേൽ പകർന്നതാ. നാം ഭീരുക്കളായിരിക്കുവാനല്ല, നാം ഭയപ്പെട്ടിരിക്കുവാനല്ല. ഹല്ലേലൂയ. ഓ, ആദരങ്ങളെ തുറന്ന് നന്ദിയോടെ ഹല്ലേലൂയ. ഓ ശരഗ ബബ ശബ്ദരഗ ദനഗ സിയാരഗ ബബ ബബ ഉഷാരക ബബ 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 രക ബന ധര 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 ഉഷാക ബരഗ സിയാക ബരഗ സഫരി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise you, Jesus. Praise you, Jesus. Hallelujah. Hallelujah, 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 hallelujah. Amen, amen, amen. Hallelujah. കർത്താവിന്റെ വിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ആമേൻ നമ്മളോടൊപ്പം ചേരുന്ന ആമേൻ ഓരോ സഹോദരനെയും സഹോദരിയെയും ആമേൻ ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ അതിവിശുദ്ധ നാമത്തിൽ സ്നേഹപൂർവം ആമേൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമേൻ ഈ പ്രഭാതം ആമേൻ മറ്റൊരു ദിവസം മാത്രമല്ല, ദൈവം ഒരുക്കിയ, ഹല്ലേലൂയ, ദൈവം നമുക്കായി ഒരുക്കിയ ആമേൻ ഒരു സന്ദർശന ദിവസമാണ്. ഹല്ലേലൂയ. ആമേൻ ഇന്നലെ രാത്രിയിൽ നമ്മെ കാത്ത ആമേൻ അതേ കർത്താവ് ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ തന്റെ കരുണ കൊണ്ട് വീണ്ടും നമ്മെ ഉണർത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അതിനാൽ ആദ്യം നമുക്ക് നന്ദിയോടെ ആമേൻ സ്തോത്രയാഗം അർപ്പിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ പറയുന്നു, ആമേൻ ശ്വാസമുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ശ്വാസമുള്ളിടത്തോളം ആമേൻ നമ്മുടെ സ്തുതി നിലയ്ക്കരുത്. ഹല്ലേലൂയ. ആമേൻ പ്രിയരെ, സാഹചര്യങ്ങൾ എന്തായാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ ആമേൻ എത്ര തന്നെ പ്രതികൂലമായാലും ഹല്ലേലൂയ ഈ പ്രഭാതത്തിൽ ഹല്ലേലൂയ അതേ പരാതിയില്ല. പ്രൈസ് ദി ലോർഡ്. സാഹചര്യങ്ങൾ എന്തായാലും നമ്മുടെ ദൈവം മാറുന്നില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ആമേൻ പരാതിയല്ല, പ്രൈസ് ദി ലോർഡ്, സ്തുതിയാണ് നമ്മുടെ അധരങ്ങളിൽ നിറയേണ്ടത്. ഹല്ലേലൂയ. ആമേൻ. അതേ പരാതിയും പരിഭവങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് ആമേൻ സ്തുതിയോടെ, സ്തോത്രത്തോടെ, ആരാധനയോടെ ഹല്ലേലൂയ എല്ലാ അധരങ്ങളിലും ഓ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ. പ്രിയരെ, ഈ ലൈവിലേക്ക് നിങ്ങൾ യാത്ര
യാദർശികമായി വന്നതല്ല. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്നൊരു വചനം നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിക്കും. ആമേൻ. ഒരു പ്രാർത്ഥനയോട് ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിയും. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ പ്രാർത്ഥനയിൽ ദൈവം നിങ്ങളെ സ്പർശിക്കും. ആമേൻ. നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കും. പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് പുതിയ തീ പകരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ആമേൻ. ഇപ്പോൾ നിങ്ങൾ എവിടെയാണോ അവിടെ ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കൂ. നിങ്ങളുടെ ഭാരങ്ങൾ അവിടുത്തെ പാദങ്ങളിൽ വെക്കൂ. വിശ്വാസത്തോടെ പറയൂ, യേശുവേ, ഞാൻ വന്നിരിക്കുന്നു. എന്നോട് സംസാരിക്കണമേ, എന്നെ മാറ്റണമേ, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. പ്രിയ സഹോദരങ്ങളെ, ഈ ലൈവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇപ്പോൾ തന്നെ പങ്കുവെക്കൂ. ഇന്ന് ദൈവത്തിന്റെ ഒരു വചനം ഒരു കുടുംബത്തിന്റെ ദിശ മാറ്റുവാനിടയാകും. ഹല്ലേലൂയ. ഇനി നമുക്ക് എല്ലാ ശ്രദ്ധയും യേശു ക്രിസ്തുവിൽ കേന്ദ്രീകരിക്കാം. ആമേൻ. നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം, നമ്മുടെ കൈകൾ ഉയർത്താം, നമ്മുടെ ശബ്ദം ഉയർത്താം. നമ്മുടെ രാജാതി രാജാവിനും കർത്താതി കർത്താവുമായ യേശു ക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കാം. ഹല്ലേലൂയ. ആരാധനയ്ക്ക് ശേഷം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കും. തുടർന്ന് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അതേ ആത്മാവ് നിറഞ്ഞ ഹല്ലേലൂയ ജീവനും ചൈതന്യവുമുള്ള ആമേൻ ദൈവവചനം നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തും. ആ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് പരിശുദ്ധാത്മാവിന് പ്രഭാതത്തിൽ നമ്മുടെ ഇടയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാം. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കമന്റിൽ എഴുതൂ, യേശുവേ, ഇന്ന് എന്നിൽ സ്പർശിക്കണമേ. അടുത്തിരിക്കുന്നവരെ തൊട്ടു പറ, കൈ കൊടുത്തു പറ. ഹല്ലേലൂയ. ചങ്കത്ത് കൈവച്ച് പറ, യേശുവേ, ഇന്ന് എന്നെ സ്പർശിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ജീസസ്. വരൂ നമുക്ക് ആദ്യം ആമേൻ. ഹല്ലേലൂയ. നമുക്ക് രാജാതി രാജാവ് ഓ നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ആമേൻ. യേശുവേ, നീ ജീവന്റെ വെളിച്ചം. യേശുവേ, നീ ജീവന്റെ വെളിച്ചം. എൻ ഹൃദയത്തിൽ നിത്യവാസം. നിന്നിൽ ഞാൻ പൂർണ്ണനാകുന്നു. നിൻ കൃപയിൽ ജീവൻ കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവേ, ഇറങ്ങി വാ. എന്നാത്മാവിനെ നിറച്ചിടണേ. സൗഖ്യം നീ, വിടുതൽ നീ, ജീവന്റെ ഉറവിടം നീ. സാന്നിധ്യം സ്വർഗാനുഭവം. നിൻ വചനവൻ ജീവശ്വാസം. മഹത്വത്തിന്റെ രാജാവേ, വാഴണമേ. എൻ ജീവിതം അങ്ങേക്ക് സമർപ്പണമേ. ഹല്ലേലൂയ പാടിടും ഞാൻ. യേശുവേ, നാമം ഉയർത്തിടും ഞാൻ. ആമേൻ.
ഈ പ്രഭാതത്തിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. പ്രത്യാശയോടെ ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഓ ജീസസ്, ആമേൻ, ഹല്ലേലൂയ. Amen. Hallelujah. യേശുവേ നീ ജീവന്റെ വെളിച്ചം, എൻ ഹൃദയത്തിൽ നിത്യവാസം. നിന്നിൽ ഞാൻ പൂർണ്ണനാകുന്നു, നിൻ കൃപയിൽ ജീവൻ കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവേ ഇറങ്ങിവാ, എന്നാത്മാവിനെ നിറച്ചിടണേ. സൗഖ്യം നീ, വിടുതൽ നീ, ജീവന്റെ ഉറവിടം നീ. നിൻ സാന്നിധ്യം സ്വർഗാനുഭവം, നിൻ വചനമെൻ ജീവശ്വാസം. മഹത്വത്തിന്റെ രാജാവേ വാഴണമേ. എൻ ജീവിതം അങ്ങേക്ക് സമർപ്പണമേ. ഹല്ലേലൂയ. പാടിടും ഞാൻ യേശുവേ നിൻ നാമം ഉയർത്തിടും ഞാൻ. യേശുവേ നിൻ നാമം ഉയർത്തിടും ഞാൻ. Praise the Lord. Hallelujah. എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ സാധിക്കുന്നുണ്ട്? എത്ര പേർക്ക് യേശുവിനെ ഈ പ്രഭാതത്തിൽ ആരാധിക്കുവാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ആ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയുന്നുണ്ട്? കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. 2026 ആണ്ടിന്റെ ഈ 18/7/2026 ശനിയാഴ്ച അതിരാവിലെ തിരുസന്നിധിയിൽ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് കൂട്ടായ്മയിലേക്ക് കൂടി വരുവാൻ സർവകൃപാലുവായ ദൈവം ഒരുക്കിയ മകൻ ഭാഗ്യത്തെ ഓർത്ത് ഒരിക്കൽ കൂടെ ആ കരങ്ങൾ ഉയർത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. പ്രിയ ദൈവമക്കളെ, ദൈവം നമ്മെ രക്ഷിച്ചതിന്റെ ലക്ഷ്യം പാപത്തിൽ നിന്ന് വിടുവിക്കുക മാത്രമല്ല, ക്രിസ്തുവിനെ പോലെ നമ്മെ മാറ്റുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുത്തെ മഹത്തായ ഉദ്ദേശം അതാണ്. ഇന്ന് ലോകം അറിവ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന മനുഷ്യരെ ആമേൻ അന്വേഷിക്കുകയാണ് ഈ പ്രഭാതത്തിൽ ദൈവം. ഹല്ലേലൂയ. ആമേൻ. അതെ, സഭയിൽ വരുന്നത് കൊണ്ട് മാത്രം ഒരാൾ ആത്മീയനാകുന്നില്ല. പ്രസംഗം കേൾക്കുന്നത് കൊണ്ട് മാത്രം രൂപാന്തരം സംഭവിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത്. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നാം എല്ലാവരും മൂടുപടം നീക്കിയ മുഖത്തോടെ
കർത്താവിന്റെ മഹത്വം കണ്ണാടിയിൽ എന്ന പോലെ കാണുന്നതിനാൽ കർത്താവായ ആത്മാവിന് അതേ മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് അതേ സ്വരൂപമായി രൂപാന്തരപ്പെടുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഹല്ലേലൂയ. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്നു. കർത്താവിന്റെ ദാനമായി തേജസ്സിനെ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. Praise the Lord. ഇത് ഒരു ദിവസത്തെ അനുഭവമല്ല പ്രിയരെ. ഓരോ ദിവസവും ഓരോ ദിവസത്തെ ആമേൻ ആമേൻ ഓരോ ദിവസവും തുടരുന്ന ആത്മീയ യാത്രയാണ്. Praise the Lord. ഒന്ന്, ദൈവം ആദ്യ ഹൃദയത്തെ മാറ്റുന്നു. Praise the Lord. ദൈവം പുറമേയുള്ള വിജയത്തെക്കാൾ ഉള്ളിലെ വിശുദ്ധിയാണ് ആമേൻ വിലമതിക്കുന്നത്. സ്തോത്രം. ദാവീദിനെ രാജാവാക്കാൻ ശൗമേൽ വന്നപ്പോൾ എല്ലാവരും ഉയരവും ശക്തിയും ആമേൻ കണ്ടു. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറഞ്ഞു, മനുഷ്യൻ മുഖത്തെ നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. ഇന്ന് ദൈവം ആദ്യം നോക്കുന്നത് നമ്മുടെ ഹൃദയമാണ്. ഹല്ലേലൂയ. ഹൃദയം വിശുദ്ധമായ ജീവിതം വിശുദ്ധമാണ്. ഹല്ലേലൂയ. പ്രിയരെ, വചനം വിവരമല്ല, ആമേൻ. വചനം കേവലം അറിവല്ല, അത് രൂപാന്തരത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു, ആമേൻ, ദൈവവചനം ജീവനുള്ളതും ശക്തിയുള്ളതുമാകുന്നു. ഹല്ലേലൂയ. വചനം ഒരു പുസ്തകത്തിലെ അക്ഷരങ്ങൾ മാത്രമല്ല, അത് ജീവനാണ്, അത് വെളിച്ചമാണ്, അത് ശസ്ത്രക്രിയ ചെയ്യുന്ന വൈദ്യനെ പോലെ നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കുന്നു. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ, മറ്റുള്ളവരെ അല്ല, എന്നെയാണ് ഇന്ന് ഹല്ലേലൂയ അങ്ങ് സ്പർശിക്കേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് മറ്റുള്ളവരോടല്ല, എന്നോടങ്ങ് സംസാരിക്കണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ പ്രഭാതത്തിൽ എത്ര പേർ കർത്താവിനോട് പറയും, കർത്താവേ, എന്നോട് അവിടെ സംസാരിക്കണം. കർത്താവ് എന്തിനാ സംസാരിക്കുന്നതെന്ന് അറിയാമോ? അകത്തെ മനുഷ്യരെ ശക്തിപ്പെടുത്തുവാനാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും പുറത്തെ ശക്തരായി കാണപ്പെടുന്നു, എന്നാൽ ഉള്ളിൽ തകർന്നിരിക്കുന്നു. പുഞ്ചിരിയുണ്ട്, എന്നാൽ സമാധാനമില്ല. സമ്പത്തുണ്ട്, എന്നാൽ സന്തോഷമില്ല. പേരുണ്ട്, എന്നാൽ ദൈവ സാന്നിധ്യമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്നത്, അവന്റെ ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തപ്പെടേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തില് അവൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ ദൈവം ആദ്യം നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അതിനുശേഷമാണ് ജീവിതത്തിന്റെ മറ്റ് മേഖലകളിൽ അനുഗ്രഹം പ്രകടമാകുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, 4-മതായി ക്രിസ്തുവിനെ കാണുന്നവർ, ഹല്ലേലൂയ, നിങ്ങളിൽ ക്രിസ്തുവിനെ കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. അന്ത്യോക്യയിൽ ശിഷ്യന്മാരെ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ്? അവർ ക്രിസ്തുവിനെ കുറിച്ച് സംസാരിച്ചത് കൊണ്ട് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ആളുകൾ കണ്ടതുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ കുടുംബം നമ്മെ കണ്ടാൽ എന്താണ് പറയുക?
ഈ പ്രഭാതത്തിൽ ആമേൻ നമ്മുടെ ദേശത്തേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക്, നമ്മുടെ തെരുവുകളിലേക്ക്, നമ്മുടെ പട്ടണങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഹല്ലേലൂയ ആമേൻ, നമ്മെ കാണുന്നവർ ആരെയാണ് കാണുന്നത്? ഹല്ലേലൂയ. നമ്മുടെ സംസാരത്തിൽ ക്രിസ്തുവുണ്ടോ? നമ്മുടെ ക്ഷമയിൽ ക്രിസ്തുവുണ്ടോ? നമ്മുടെ സ്നേഹത്തിൽ ക്രിസ്തുവുണ്ടോ? ആമേൻ. ദൈവം നമ്മെ വെറും പ്രസംഗകരാക്കാനല്ല വിളിച്ചതാ, ക്രിസ്തുവിന്റെ ജീവനുള്ള സാക്ഷികളാക്കാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ആമേൻ. ഇന്ന് ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിപ്പെടട്ടെ, വചനത്തിന്റെ വിശപ്പ് വർദ്ധിക്കട്ടെ, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം നിങ്ങൾ വ്യക്തമായി കേൾക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്വഭാവം കൂടുതൽ വെളിപ്പെടട്ടെ, നിങ്ങളുടെ കുടുംബം ദൈവ സാന്നിധ്യം അനുഭവിക്കട്ടെ, നിങ്ങളുടെ വീട് ഒരു പ്രാർത്ഥനാ ഭവനമായി തീരട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു സാക്ഷ്യമാകട്ടെ. കരമുയർത്തി നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ ഇപ്രകാരം ജീവിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ. റോമർക്ക് എഴുതിയ 12-ാം അധ്യായം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22 മുതൽ 24 വരെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. യോഹന്നാന്റെ ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 10 വരെ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-5. ഈ വേദഭാഗങ്ങളെല്ലാം ആമേൻ നിങ്ങൾ പിന്നീട് വീട്ടിലിരുന്ന് വായിക്കുക. ആമേൻ. റോമാലേഖനം 12:2 ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: ഈ ലോകത്തിനനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ യുദ്ധം പലപ്പോഴും പുറത്തല്ല, അത് മനസ്സിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഈ ലോകത്തോട് അനുരൂപമാകാതെ നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടുന്നതിനാ രൂപാന്തരപ്പെടുവി. ഹല്ലേലൂയ. രൂപാന്തരം ആരംഭിക്കുന്നത് സാഹചര്യങ്ങൾ മാറുമ്പോഴല്ല. ആമേൻ. ചിന്തകൾ ദൈവവചനത്താൽ മാറുമ്പോഴാണ്. അതെ, പഴയ മനുഷ്യനെ വിട്ടുകളയുക. എഫേസ്യർക്ക് എഴുതിയ 4-ാം ലേഖനം നമ്മെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ പഴയ സ്വഭാവം ഉപേക്ഷിച്ച്. ഹല്ലേലൂയ. എഫേസ്യർ 4:22, 23, 24 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പഴയ മനുഷ്യനെ വിട്ടുകളയും, പഴയ സ്വഭാവം ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ ധരിക്കാനാണ്. അതിനർത്ഥം പകയ്ക്ക് പകരം ക്ഷമ, സത്യത്തിന് പകരം അല്ല, അസത്യത്തിന് പകരം സത്യം, കോപത്തിന് പകരം ആത്മീയ നിയന്ത്രണം, സ്വാർത്ഥതയ്ക്ക് പകരം ക്രിസ്തുവിന്റെ സ്നേഹം. ഇതാണ് യഥാർത്ഥ ആത്മീയ വളർച്ച.
പരിശുദ്ധാത്മാവ് നമ്മുടെ വികാരങ്ങളെ മാത്രം സ്പർശിക്കുന്നില്ല, നമ്മുടെ സ്വഭാവത്തെയും മാറ്റുന്നു. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എന്നിൽ നിലനിൽപ്പി. ക്രിസ്തുവിൽ നിലനിൽക്കുക പ്രിയരെ. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു കൊമ്പ് മുന്തിരിവള്ളിയിൽ നിന്ന് വേർപെട്ടാൽ അത് ഉണങ്ങിപ്പോകും. അതുപോലെ പ്രാർത്ഥനയിലും വചനത്തിലും ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലും നിന്ന് അകന്ന ആത്മീയ ജീവിതം ക്ഷയിക്കും. അതുകൊണ്ട് ഓരോ ദിവസവും വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവിന്റെ ശബ്ദം കേൾക്കുക, ദൈവഹിതം അന്വേഷിക്കുക. അതുകൊണ്ടാ പ്രിയരെ, ഓരോ പ്രഭാതത്തിലും ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ആമേൻ എന്ന ആമേൻ ഈ ഫേസ്ബുക്ക്, യൂട്യൂബ് ആമേൻ ചാനലിലൂടെ ആമേൻ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ സമയം വേർതിരിച്ചിരിക്കുന്നതാ. ഹല്ലേലൂയ. ആമേൻ. ഓരോ പ്രഭാതത്തിലും വചനം കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിപ്പാനും ഇടയാകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകലിൽ ദൈവഹിതം അന്വേഷിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അകത്തെ മനുഷ്യൻ ശക്തനായാൽ പുറത്തുള്ള ജീവിതവും മാറും. ഹല്ലേലൂയ. ചിലർ പുറമേ വിജയിച്ചവരായി തോന്നാം, പക്ഷെ ഉള്ളിൽ സമാധാനമില്ല. ദൈവം ആദ്യം ഉള്ളിലെ മുറിവുകൾ സൗഖ്യമാക്കുന്നു. അവിടുന്ന് നിരസിക്കപ്പെട്ടവന് സ്വീകരണം നൽകുന്നു. സ്തോത്രം. തകർന്ന ഹൃദയത്തിന് പ്രത്യാശ നൽകുന്നു. ഭയപ്പെടുന്നവന് ധൈര്യം നൽകുന്നു. ക്ഷീണിച്ച ആത്മാവിന് പുതിയ ശക്തി നൽകുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ആ ആത്മാവിനെ നമ്മുടെ മേൽ പകർന്നത് ആമേൻ നാം തിരസ്കരിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ, നാം നിരസിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ അതെ സ്വീകരിക്കും. ഹല്ലേലൂയ. തകർന്ന ഹൃദയത്തിന് പ്രത്യാശ നൽകി, ഭയപ്പെട്ടിരിക്കുന്ന ആമേൻ മേഖലകളിൽ ധൈര്യം നൽകി, ആമേൻ ക്ഷീണിച്ച ആത്മാവിന് പുതുശക്തി നൽകി ആമേൻ മുമ്പോട്ട് നയിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ ആയിരിക്കുന്നവരുടെ കൂട്ടമാണ് സഭ. സഭ ദൈവത്തിന്റെ വെളിച്ചമാകണം. ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ സഭയ്ക്ക് സ്വാധീനമുണ്ടാകും. ഹല്ലേലൂയ. പ്രിയരെ, നമ്മുടെ ദേശത്ത്, നമ്മുടെ പട്ടണത്തില്, ആമേൻ നമ്മുടെ ജില്ലയില്, ആമേൻ നമ്മുടെ ആമേൻ സംസ്ഥാനത്ത്, ആമേൻ നമ്മുടെ ആ രാജ്യത്ത്, ഹല്ലേലൂയ, ആമേൻ സഭയ്ക്ക് സ്വാധീനമുണ്ടാകും. ജനങ്ങൾ നമ്മുടെ പ്രസംഗം കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം വായിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതിനാൽ നമ്മുടെ ജീവിതം, ഹല്ലേലൂയ, ആമേൻ പറയട്ടെ, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ പകൽ നമ്മെ കാണുന്നവർ പറയട്ടെ, യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നമ്മളുടെ മനസ്സ് ആമേൻ ദൈവവചനത്താൽ പുതുക്കപ്പെടട്ടെ. നിങ്ങളുടെ മനസ്സ് ദൈവവചനത്താൽ പുതുക്കപ്പെടട്ടെ. എല്ലാ നിരാശയും ഭയവും പിന്മാറട്ടെ. നിങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിന്റെ സമാധാനം നിറയട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം വീണ്ടും ഉയരട്ടെ. നിങ്ങൾ ക്രിസ്തുവിൽ ആഴമായി വേരൂന്നിയ വിശ്വാസിയായി വളരട്ടെ. നിങ്ങളുടെ ജീവിതത്തിലൂടെ അനേകർ യേശുവിനെ അറിയട്ടെ. ഹല്ലേലൂയ. പ്രിയരെ, ഇന്നൊരു തീരുമാനമെടുക്കൂ. ഞാൻ സാഹചര്യങ്ങളാൽ അല്ല, ദൈവവചനത്താൽ ജീവിക്കും. ഞാൻ ലോകത്തെ അനുകരിക്കില്ല, ക്രിസ്തുവിനെ അനുകരിക്കും. ആമേൻ. അതാണ് യഥാർത്ഥ രൂപാന്തരത്തിന്റെ തുടക്കം. ഹല്ലേലൂയ. ആമേൻ. കരമുയർത്തി കർത്താവിന്റെ നന്ദിയോടെ സ്തോത്രം ചെയ്താണ്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതം. ഹല്ലേലൂയ. ലോകത്തിലുള്ള ദൈവത്തിന്റെ സാക്ഷികളാണ്. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 5-ാം അധ്യായം 14 ആമേൻ 15-16 വാക്യവും അപ്പോസ്തല പ്രവൃത്തികൾ 1:8
ഫിലിപ്പിയ ലേഖനം 2:15-16, 2 കൊരിന്ത്യർ 5:20 ആമേൻ ചേർന്ന് നാം വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, യേശു നമ്മോട് പറഞ്ഞില്ല നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകാൻ ശ്രമിക്കൂ എന്ന്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ഒരിക്കലും അങ്ങനെ പറഞ്ഞില്ല, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകാൻ ശ്രമിക്കൂ. യേശു പറഞ്ഞത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്നാണ്. ഹല്ലേലൂയ. നിങ്ങൾ വെളിച്ചമാകാൻ ശ്രമിക്കൂ എന്നല്ല അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന. മത്തായി സുവിശേഷം 5:14 അങ്ങനെയാ നാം വായിക്കുന്നത്. വേഗത്തിൽ വായിച്ചാണ്. സ്തോത്രം. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന മതി, അതൊരു ഉത്തരവാദിത്തമാണ്. സ്തോത്രം. ഇരുട്ടിനെ കുറ്റപ്പെടുത്തുക എന്നതല്ല സഭയുടെ ദൗത്യം. വെളിച്ചം തെളിയിക്കുകയാണ് സഭയുടെ ദൗത്യം. ആമേൻ. ഇന്ന് ഹല്ലേലൂയ പലരും ആമേൻ ഇരുട്ടിനെ കുറ്റപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ പലരെയും കുറ്റപ്പെടുത്തുകയാണ്. എന്നാൽ സഭയുടെ ദൗത്യം ആമേൻ കുറ്റപ്പെടുത്തുകയല്ല, വെളിച്ചം തെളിയിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ജീവിതം ഒരു സാക്ഷ്യമാകട്ടെ. പലരും ബൈബിൾ വായിക്കില്ല, എന്നാൽ അവർ നിങ്ങളുടെ ജീവിതം വായിക്കും. നിങ്ങളുടെ സംസാരത്തിലൂടെ അവർ യേശുവിനെ കാണുന്നുണ്ടോ? നിങ്ങളുടെ ക്ഷമയിലൂടെ അവർ ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുന്നുണ്ടോ? പ്രതിസന്ധിയിൽ പോലും നിങ്ങൾ സമാധാനത്തോടെ നിൽക്കുമ്പോൾ ലോകം ചോദിക്കും, ഈ സമാധാനം എവിടെ നിന്നാണ്? അപ്പോൾ നിങ്ങൾക്ക് യേശുവിനെ പരിചയപ്പെടുത്തുവാൻ കഴിയും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സാക്ഷികളാക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1:8 യേശു പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ച് എന്റെ സാക്ഷികളാകും. ഈ പകലിലും ആമേൻ പരിശുദ്ധാത്മാവ് ആമേൻ ചിലരെ ശക്തീകരിക്കുകയാ, ചിലരെ ബലപ്പെടുത്തുകയാ. ആമേൻ. എന്തിന്? ആമേൻ ശക്തി പ്രാപിച്ച് അവന്റെ സാക്ഷികളാകുവാൻ. ഹല്ലേലൂയ. സാക്ഷിയാകുക എന്നത് വേദിയിൽ നിൽക്കുക മാത്രമല്ല, നിന്റെ വീട്ടിൽ, ജോലി സ്ഥലത്ത്, സുഹൃത്തുക്കളുടെ ഇടയിൽ, സമൂഹത്തിൽ, എവിടെയായാലും ക്രിസ്തുവിന്റെ സ്വഭാവം വെളിപ്പെടുത്തുക. ഇതാണ് യഥാർത്ഥ സാക്ഷ്യം. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഒരു യഥാർത്ഥ സാക്ഷിയായി ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർ ആ മാളിക മുറിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചവരെ പോലെ ദൈവ സന്നിധിയിൽ ആമേൻ ഒരുമനയോടെ പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, ഹല്ലേലൂയ, ദൈവിക വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുവാൻ തയ്യാറായ ആമേൻ മാളിക മുറിയിൽ പകർന്ന ആത്മാവിന്റെ പകർച്ച നിന്റെ മേലും പകരുവാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. ആ ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ആമേൻ നിനക്ക് മഹിമകളുടെ സാക്ഷിയാകുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. നിന്റെ വീട്ടിലാകട്ടെ, സ്കൂളിലാകട്ടെ, ജോലി സ്ഥലത്താകട്ടെ, സുഹൃത്തുക്കളുടെ ഇടയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ, എവിടെയായാലും ഹല്ലേലൂയ ആ ക്രിസ്തുവിന്റെ സ്വഭാവം ആമേൻ വെളിപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇതാണ് യഥാർത്ഥ സാക്ഷി. സഭ കെട്ടിടമല്ല, ജീവിക്കുന്ന ശരീരമാണ്. പ്രൈസ് ദി ലോർഡ്. സഭ ഞായറാഴ്ച മാത്രം തുറക്കുന്ന ഒരു കെട്ടിടമല്ല. ആമേൻ. സഭ നിങ്ങൾ ആയും ഞാനും. ഹല്ലേലൂയ. നിങ്ങളും ഞാനുമാണ് സഭ. അതുകൊണ്ട് ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലൂടെ ഒഴുകണം. ഹല്ലേലൂയ. വിശക്കുന്നവനെ കണ്ടാൽ കരുണ കാണിക്കണം. കരയുന്നവനെ കണ്ടാൽ ആശ്വസിപ്പിക്കണം. വഴി തെറ്റിയവനെ കണ്ടാൽ ക്രിസ്തുവിലേക്ക് നയിക്കണം. സുവിശേഷ വാക്കുകളിൽ മാത്രമല്ല, ജീവിതത്തിലും കാണിക്കണം. ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്ത ലോകത്തിലേക്ക് പ്രത്യാശ കൊണ്ടുപോകാം.
ആമേൻ. ഇന്ന് അനേകർക്ക് പണത്തെക്കാൾ പ്രത്യാശയാണ് വേണ്ടത്. അനേകർക്ക് മരുന്നിനേക്കാൾ ആശ്വാസമാണ് വേണ്ടത്. അനേകർക്ക് വിമർശനത്തെക്കാൾ സ്നേഹമാണ് വേണ്ടത്. ഹല്ലേലൂയ. ദൈവം നമ്മെ അയക്കുന്നത് ഈ പ്രത്യാശ ലോകത്തിലേക്ക് കൊണ്ടുപോകുവാനാണ്. ആമേൻ. നമ്മുടെ ജീവിതം യേശുവിലേക്കുള്ള ഒരു വഴികാട്ടിയായിരിക്കണം. ഈ പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, നിങ്ങളുടെ ജീവിതം ദൈവത്തിന്റെ വെളിച്ചം പരത്തട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വാക്കുകൾക്ക് അഭിഷേകം നൽകട്ടെ. നിങ്ങളുടെ കുടുംബം ക്രിസ്തുവിന്റെ സമാധാനം അനുഭവിക്കട്ടെ. നിങ്ങളുടെ സാക്ഷ്യം അനേകരെ രക്ഷയിലേക്ക് നയിക്കട്ടെ. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവ സ്നേഹത്തിന്റെ സുഗന്ധം പരക്കട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ഒരു ജീവനുള്ള സാക്ഷ്യമാകട്ടെ. പ്രിയരെ, സഭയുടെ ശക്തി അതിന്റെ എണ്ണത്തിലല്ല, സഭയുടെ ശക്തി അതിന്റെ വിശുദ്ധിയിലും സ്നേഹത്തിലും പരിശുദ്ധാത്മാവിന്റെ നിറവിലുമാണ്. ആമേൻ. നമുക്ക് വെളിച്ചമായി ജീവിക്കാം, ക്രിസ്തുവിനെ വഹിക്കുന്നവരായി ജീവിക്കാം. ലോകം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ കാണട്ടെ. അക്കരമുയർത്തി കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് ആമേൻ രൂപപ്പെടുന്ന ഒരു ജീവിതം. ആമേൻ. ഇന്ന് പരിശുദ്ധാത്മാവ് ആ നിലകളിൽ ചിലരെ രൂപപ്പെടുത്തുകയാണ്, രൂപാന്തരപ്പെടുത്തുകയാണ്. എന്റെ കുഞ്ഞുങ്ങളെ, ക്രിസ്തു നിങ്ങളിൽ രൂപം പ്രാപിക്കും വരെ ഞാൻ വീണ്ടും പ്രസവ വേദന അനുഭവിക്കുന്നു. ഗലാത്യലേഖനം 4-ാം അധ്യായം 19-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ട. ഗലാത്യലേഖനം 4-ാം അധ്യായം ആമേൻ 19-ാം വാക്യം. ഹല്ലേലൂയ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോഴാം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായി. എന്റെ കുഞ്ഞുങ്ങളെ, ഇന്ന് നിങ്ങളുടെ അടുക്കിലിരുന്ന് എന്റെ ശബ്ദം മാറ്റുവാൻ കഴിയുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ വചനത്തിന്റെ കേന്ദ്ര സന്ദേശം വളരെ വ്യക്തമാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ മാത്രമല്ല വിളിച്ചത്, ക്രിസ്തു നമ്മിൽ രൂപം പ്രാപിക്കുവാനാണ് വിളിച്ചത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം ഒരു പ്രസംഗമാകണം, നമ്മുടെ കുടുംബം ഒരു സാക്ഷ്യമാകണം, നമ്മുടെ പ്രാർത്ഥന ഒരു അഗ്നിപീഠമാകണം, നമ്മുടെ ഹൃദയം പരിശുദ്ധാത്മാവിന്റെ ആലയമാകണം. ഇന്ന് നാം ഒരു തീരുമാനമെടുക്കാം. കർത്താവേ, ഞാൻ മാറാൻ ആഗ്രഹിക്കുന്നു. എന്റെ ചിന്തകൾ മാറട്ടെ, എന്റെ വാക്കുകൾ മാറട്ടെ, എന്റെ സ്വഭാവം മാറട്ടെ, എന്റെ ജീവിതത്തിൽ അങ്ങ് കൂടുതൽ വെളിപ്പെടട്ടെ. ദൈവം ഒരിക്കലും തകർന്ന ഹൃദയത്തെ നിരസിക്കുകയില്ല. അവിടുന്ന് നിങ്ങളെ വീണ്ടും ഉയർത്തും. അവിടുന്ന് നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമാക്കും. അവിടുന്ന് നിങ്ങളുടെ നിരാശയെ പ്രത്യാശയാക്കും. അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തെ തന്റെ മഹത്വത്തിന്റെ സാക്ഷിയാക്കും. ഓ, കരമടിച്ച് നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുന്നു, ഈ ലൈവിൽ പങ്കെടുത്ത ഓരോ വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പുതിയ അഭിഷേകം ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം പുതിയ അഗ്നിയാൽ ജ്വലിക്കട്ടെ. വചനത്തോടുള്ള വിശപ്പും ദാഹവും വർദ്ധിക്കട്ടെ. തകർന്ന ഹൃദയങ്ങൾ സൗഖ്യമാകട്ടെ. ഭയത്തിന്റെ ആത്മാവ് പിന്മാറട്ടെ. സമാധാനം നിങ്ങളുടെ വീടുകളിൽ നിറയട്ടെ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ കുടുംബങ്ങളെ തന്റെ കരങ്ങളിൽ സൂക്ഷിക്കട്ടെ. ഓ, നിങ്ങളുടെ മക്കൾ ദൈവ ഭയത്തിൽ വളരട്ടെ. ഓ, നിങ്ങളുടെ ജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന വെളിച്ചമാകട്ടെ. നിങ്ങൾ എവിടെ ആയാലും Hallelujah. Thank you, Lord Jesus. നന്ദി കർത്താവേ. Thank you, Jesus. നിങ്ങൾ എവിടെയായാലും ദൈവ സാന്നിധ്യം നിങ്ങളുടെ കൂടെ നടക്കട്ടെ.
Thank you, Jesus. നിങ്ങളുടെ ജീവിതം അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്ന ഒരു വെളിച്ചമാകട്ടെ. നിങ്ങൾ എവിടെയായാലും ദൈവ സാന്നിധ്യം നിങ്ങളോട് കൂടെ നടക്കട്ടെ. എല്ലാ കണ്ടുകളും പഠിച്ചാൽ സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ വചനം കേട്ട ഓരോ ഹൃദയത്തിനും അവിടുത്തെ സമാധാനവും അവിടുത്തെ സന്തോഷവും പകരണമേ. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഈ വചനം വെറും ഓർമ്മയായി മാറാതെ ജീവിതമായി മാറുവാൻ കൃപ നൽകണമേ. ക്രിസ്തു ഞങ്ങളുടെ ഉള്ളിൽ കൂടുതൽ കൂടുതൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ അഹങ്കാരം കുറയുകയും അങ്ങയുടെ